ഹലോ ഹായ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നലെ പോയ അതേ സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ പോകുന്നത്. മറ്റെവിടേക്കുമല്ല, ചെനക്കത്തൂർ പൂരമാണെന്ന്. അങ്ങനെ ഞാൻ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ ബ്ലോക്കായി. റെയിൽവേ ഗേറ്റ് അടച്ചിട്ടു. അങ്ങനെ അവിടെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ട്രെയിൻ പോയ ശേഷം അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു. നേരെ ചെനക്കത്തൂർ പൂരപ്പറമ്പിൽ എത്തിപ്പെട്ടു. അവിടെ കാളകളും അങ്ങനെ കുതിരകളും പല വേഷങ്ങളും നമുക്ക് കാണാൻ കഴിയും. അവിടെ പൂരം തുടങ്ങുന്നതേ ഉള്ളൂ. സ്റ്റാർട്ടിങ് കറക്റ്റാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത്. അവിടെ എത്തിപ്പെട്ട സമയം കറക്റ്റാണ്. വെയിലൊക്കെ താഴ്ന്ന ശേഷമാണ് പൂരം തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ആനകളിങ്ങനെ നിരന്ന് നിൽക്കുന്ന കാഴ്ച കാണുന്നതിന് ഒരു പ്രത്യേക ഭംഗിയാട്ടോ. അത് നെറ്റിപ്പെട്ടൊക്കെ ചൂടി കൊടയും എല്ലാം നിർത്തി ആനകളെ നോക്കി നിൽക്കാൻ ആനൊരു അത്ഭുതം തന്നെയാണ്. നമ്മൾ എത്ര കണ്ടാലും മതി വരാത്ത ഒന്നാണ് ആന. അതിന് നമ്മളിങ്ങനെ കണ്ട് നിന്ന് ആസ്വദിക്കും. ആന, അതാണ് ഒരു ആനൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആന അവിടെ നിന്നിങ്ങനെ മേളം തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ആനകളങ്ങനെ അവിടെ നിരന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആനയെ ഇഷ്ടപ്പെടാത്തവരായ ഒരൊറ്റ ആളുണ്ടാവില്ല അല്ലേ? അതാണ് ആനൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ നമ്മൾ ആനയുടെ ഒരു ഭംഗിയൊക്കെ നോക്കി നിന്ന് മേളം ചെറുതായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ മേളങ്ങളും കേട്ട് കുറച്ച് നേരം അവർ വീഡിയോയിൽ പകർത്തി. ഇനി ഞാൻ മുമ്പോട്ട്